ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ അമ്മയുടെ താറവാട്ടമ്പലത്തിൽ നാഗപ്പാട്ടാണ്. അപ്പം ഞങ്ങൾ അത് കാണാൻ നിൽക്കുന്നില്ല, പക്ഷേ ഞങ്ങളൊന്ന് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവുക. അത് കഴിഞ്ഞിട്ട് മെല്ലൊന്ന് വളയനാട് പോകാമെന്നുമുണ്ട്, വളയനാടൊന്ന് തൊഴാമെന്നുമുണ്ട്. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ലോട്ടസിൻ്റെ സൺസ്ക്രീം നൈസാണ്. 300 സംതിങ് എന്തോ ആണ് റേറ്റ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇന്ത്യയിൽ ഇതിൻ്റെ മുന്നേ ഒരു സൺസ്ക്രീം ഉണ്ടായിരുന്നു മാമാരത്തിൻ്റെത്, പക്ഷേ ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതാ നല്ല ബെറ്ററായിട്ട് തോന്നുന്നത്. കാരണം നല്ല സ്കിന്നിൽ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ആ കഴിയാനായുള്ള മാമാരത്തിൻ്റെ സൺസ്ക്രീം ഞാൻ ഏച്ചിക്ക് പൈതി കൊടുത്തു. എന്നിട്ടെത്താ ഞാൻ യൂസ് ചെയ്യല്. ഇപ്പം കണ്ടോ ഗൈസിൻ്റെ ഫേസിലുള്ള മാറ്റം കണ്ടു, നല്ല ഗ്ലോ ആയിട്ട് നിൽക്കില്ലേ. പിന്നെ ഇതാണ് ലിപ്സ്റ്റിക്ക്. ഞാനിത് ലിപ്സ്റ്റിക്കായിട്ട് അങ്ങനെ യൂസ് ആക്കില്ല, ഐഷാഡ് ആക്കിയിട്ട് ഞാൻ യൂസ് ആക്കലുണ്ട്. പിന്നെ അതൊക്കെ അങ്ങോട്ട് ചേച്ചി ഞാൻ വലുതായിട്ട് മേക്കപ്പ് ഇടുക എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അമ്പലത്തിൽ എന്തെങ്കിലും പോവുകയാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഇത് ഇടുള്ളൂ. അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല. പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പം ഒരു സൺസ്ക്രീം ഇടും, കണ്ണെഴുതും, പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക് ഇടും, ഒരു പൊട്ട്. അല്ലാതെ വലിയ മേക്കപ്പ് ആയിട്ടൊന്നുമില്ല. ഇത് ഞാൻ അമ്പലത്തിൽ പോവല്ലേ, അതുകൊണ്ടൊന്നും ഇടാൻ വിചാരിച്ചിട്ടാണ്. ഈ ബ്ലഷൊക്കെ ഞാൻ ഈ ലിപ്സ്റ്റിക് ആട്ടെ, ഞാൻ അധികം ലിപ്സ്റ്റിക് യൂസ് ആക്കൽ. പിന്നെ തുറന്നപ്പോഴേ എൻ്റെ കൈമിലൊക്കെ ആയിന്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്, കൈമിലുണ്ടല്ലോ, ഇനിയിപ്പോൾ അതും കൂടി മോത്താവല്ലോ വിചാരിച്ച് വേഗം വായിച്ചു ഞാൻ. പിന്നെ ഇതാണ് എൻ്റെ അപ്പോൾ ബാക്കിലമ്മ പൊരിഞ്ഞ് സ്ഥിരിടല. ഇതെൻ്റെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്. ഇത് ഏച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ്. ഇത് നല്ലൊരു ഷെയ്ഡേനു, ബട്ട് ഇത് തീർന്നു ഗൈസ്. ഞാൻ വടിച്ചിട്ടാണ് ഞാൻ ഇടല്. ഡെയിലി ഞാൻ സ്കൂൾ പോകുമ്പോഴും ഇത് തന്നെ യൂസ് ആക്കൽ. വടിച്ച് അതിന് എത്ര വടിക്കാൻ പറ്റുന്നോ അത്രയും ഞാൻ വടിച്ചിട്ടാട്ടോ ഗൈസ് ഇടല്. ഒന്ന് വാങ്ങണം എന്ന് വിചാരിക്കേ SM-ലേക്ക് പോകുമ്പോൾ ആ കാര്യം മറക്കും, പിന്നെ തിരിച്ചങ്ങോട്ട് പോരും. പിന്നെ എൻ്റെ മെയിൻ പരിപാടി കണ്ണെഴുതൽ. അങ്ങനെ നെക്സ്റ്റ് പരിപാടി പൊട്ടിടൽ. പൊട്ട് ഞാൻ ഒന്നെടുത്തായിരുന്നു, പക്ഷെ അതെവിടെയോ പോയി. പിന്നെ ഞാനത് ഒന്നുകൂടി എടുത്ത് അത് നിർത്തപ്പോഴാണ് കണ്ടോ കുഞ്ഞു പൊട്ട് കണ്ട ഗൈസ്. ഇതാണ് ഞാൻ യൂസ് ആക്കൽ. ഇതിൻ്റെയും വലുതൊന്നും ഞാൻ അങ്ങനെ യൂസ് ആക്കില്ല. അത് ഞാൻ വീട്ടിലിരിക്കുമ്പം ഇതിൻ്റെ വലുത് ഞാൻ യൂസ് ആക്കും, പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഇതാ യൂസ് ആക്കും. പിന്നെ ഞാൻ പിരികത്തിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ടാണ് പൊട്ടിടലിട്ട്. ആദ്യം ഒക്കെ ഞാൻ ഈ പിരികത്തിൻ്റെ നടുവിലൊക്കെ ആയിട്ട് ഇനി പൊട്ടിടല, അല്ലെങ്കിൽ അതിൻ്റെ താഴത്തൊക്കെ. അപ്പം ഞാനത് കയറ്റി മുകളിലെത്തിച്ച്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ പിരികേൻ്റെ നടുവിലായിട്ട് തുടങ്ങും. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ചോദിക്കും, പിരികേൻ്റെ നടുവിലിടണാണോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുകളിലോട്ട് ഇടണാണോ രസം ചോദിക്കുമ്പോൾ ഒരു അറിയും പിരികേൻ്റെ അവിടെ ഇടണം. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് കുറച്ചും കൂടി മുകളിലിടണം. അങ്ങനെ അതാ ഈ മാല ഇനി അട്ടീനി ഇട്ടോ ഗൈസ്. ഇത് ഉടുപ്പല്ലേ, അപ്പം ഇതിട്ടാൽ രസം ഉണ്ടാവും എന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. ബസ്സുണ്ട്, 8 മണീൻ്റെ ബസ്സിന് ഞങ്ങൾ പോവാച്ച. അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങി, ലേറ്റായിപ്പോയി. വേഗം ഞാൻ കാല് കഴുകിയിട്ട് അതാട്ടോ ഞാൻ ഇങ്ങനെ നടക്കും, മണ്ണാവരുതല്ലോ, അതും വൈറ്റ് കൂടിയാണല്ലോ. അപ്പം നമ്മൾ മെല്ലെ അങ്ങോട്ട് ഇറങ്ങി, മുന്നിൽ കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. അങ്ങനെ കയറ്റിറങ്ങി ഗായ്സ്. നമ്മൾ ഇറങ്ങി 8 മണീൻ്റെ ബസ്സിലാട്ടോ ഓടുന്നത്. ഇപ്പോൾ ടൈം 54 അങ്ങനെ എന്തോ ആയിക്കോട്ടെ. 8 മണിക്കാണെന്ന് എടുക്കും. എവിടെയാ പോണെന്നുള്ള വെച്ചാൽ എന്തേലും അമ്മേൻ്റെ തറവാട്ടമ്പലത്തിലേക്ക് പോവാ. സണ്ണെവിടെ നേരത്തെ പോയി. എപ്പോഴേക്ക് ഞാൻ പൗഡർ ഇടാൻ മറന്നു ഗൈസ്, പൗഡർ ഇട്ടില്ല. സൺകിസ് നൈസ്, നല്ല രസമുണ്ട്. ഇന്നത്തെ തന്നെ ഞാൻ തന്നെ പൊക്കുന്നു ഗൈസ്. ഞങ്ങൾ ബസ് കയറിയിട്ടുള്ള. അങ്ങനെ ഞങ്ങൾ ബസ് പോകും വിചാരിച്ചിറങ്ങിയേന്, പക്ഷെ പോയില്ല. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ നേരെ മാങ്കാവ് ഇറങ്ങിയിട്ട് പുതിയ സ്റ്റാൻഡ് ബസ് കയറി. പിന്നെ രാവിലെ ഒന്ന് കഴിക്കാണ്ട് തന്നെ ഇറങ്ങിയത്. അങ്ങനെ വടയും ചായയും കുടിച്ചു. അമ്മ ഒരു പത്തിരി കഴിച്ചു. ഞാൻ എൻ്റെ വടേൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മൻ്റെ പത്തിരി എടുക്കാൻ വിചാരിച്ചപ്പോൾ അപ്പോഴത്തേക്ക് ആ പ്ലേറ്റ് കാലി. അങ്ങനെ അതാ കക്കോടി ബ്ലോക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്കുള്ള ബസ് വേറെ റൂട്ട് കൂടിയൊക്കെ പോയത്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഡൗട്ടായി, ഇത് ആ ഭാഗത്തേക്ക് തന്നെ ആണോ പോണത്. അങ്ങനെ ഇതാണ് എൻ്റെ അമ്മേൻ്റെ തറവാട്ടമ്പലം. അവിടെ നാഗപ്പാട്ടായതുകൊണ്ട് അങ്ങനെ പന്തലൊക്കെ കിട്ടി. പിന്നെ ഒരു പായസം കിട്ടി, അരിപ്പായസമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായില്ല, കാരണം ഞാൻ അതിൽ നെയ്യ് ഒഴിച്ചിരിക്കണം. അപ്പം നെയ്യ് ഉള്ളതൊന്നും ഞാൻ കൂട്ടാറില്ല. പ്രസാദമല്ലേ വിചാരിച്ച് ഞങ്ങൾ കുടിച്ച്. അങ്ങനെ കോഴിക്കോട് ബസ് അവിടെ നിന്ന് നേരെ മാവൂരോട് ഇറങ്ങിയിട്ട് മാവൂരോട് നിന്ന് മാനന്തവാടിലേക്ക് നടന്നു. അപ്പോഴാണ് മേജർ ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഞാനും വലിയമ്മ അങ്ങോട്ട് കയറി. വലിയമ്മ ഉണ്ടായിട്ടോ കൂടെ. അങ്ങനെ വളയനാട് തൊയ്ത് കഴിഞ്ഞപ്പോഴാണ് മേജർ ബസ് പിന്നെയും കാണുന്നത്. അങ്ങനെ അതിൽ കയറി ഞാൻ നേരെ വീട്ടിൽ. അങ്ങനെ ആദ്യത്തെ കണ്ടക്ടർ വരെ എന്നോട് ചോദിക്കുക ഫുൾ അമ്പലത്തിലാണല്ലോ എന്ന്. പിന്നെ അതാ ദേണ്ടേ വീട്ടിലെത്തി. ബൈ ബൈ.